നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു സംഘർഷം കടലിൽ ഉടലെടുത്തിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ഏറ്റുമുട്ടി എന്ന വാർത്തയാണ് വരുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തിരിച്ചും വെടിവെച്ചു എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇന്നലെ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വെടിയുതിർത്തത്. മാത്രമല്ല, ഈ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായി. രണ്ടാക്രമണങ്ങളെയും വളരെ വിജയകരമായി തന്നെ പ്രതിരോധിച്ചതായും കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായും അമേരിക്ക ഇപ്പോൾ അറിയിക്കുകയാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ അകപ്പെട്ടിരുന്ന അമേരിക്കൻ കപ്പലുകളെ രക്ഷപ്പെടുത്താൻ അമേരിക്ക ഹോർമൂസിൽ ഇന്നലെ നീക്കം നടത്തുകയായിരുന്നു. സമാധാന ശ്രമങ്ങൾ വിജയിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും അതിനിടയിൽ ഇത്തരമൊരു നീക്കം പാടില്ലെന്നും ഇറാനും നിലപാടെടുത്തു. പക്ഷേ ഇറാൻ്റെ നിലപാടുകൾ തള്ളിക്കൊണ്ട് നേരത്തെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും മൈനുകൾ വാരിക്കളഞ്ഞ് ഒരു കപ്പൽ പാത നേരത്തെ അമേരിക്ക തുറന്നിരുന്നു. അതിലൂടെയാണ് ഇന്നലെ ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ കപ്പൽ നീങ്ങി തുടങ്ങിയത്. എന്നാൽ ഇറാൻ ആ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി. ഇറാൻ്റെ ഗൺ ബോട്ടുകൾ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. എന്നാൽ ഈ ആക്രമണങ്ങളെയെല്ലാം അമേരിക്ക ഫലപ്രദമായി പ്രതിരോധിച്ചു. കപ്പലുകൾക്ക് ഒന്നും സംഭവിക്കാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ പുറത്തു കടന്നു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതുകൊണ്ട് മാത്രമാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെന്നും വെടിനിർത്തൽ തങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നും ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ പ്രതിരോധ ആക്രമണങ്ങളും വിജയകരമായി പ്രതിരോധിച്ചു എന്നും അമേരിക്ക പറയുന്നു. ഈ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് വെടിനിർത്തൽ കരാറിനെ പരാജയപ്പെടുത്തുമോ അല്ലെങ്കിൽ വെടിനിർത്തലിനെ പരാജയപ്പെടുത്തുമോ എന്നൊരു ആശങ്ക എല്ലായിടത്തും ഉണ്ടായിരുന്നു. കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വരുത്താനുള്ള ചർച്ചകൾ, സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അമേരിക്കയ്ക്ക് സമാധാന നിർദ്ദേശങ്ങൾ നൽകിയത്. ഈ സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്ക സസൂക്ഷ്മം പഠിക്കുകയായിരുന്നു. അതിനുശേഷം അമേരിക്ക ഒരു സമാധാന നിർദ്ദേശങ്ങളടങ്ങിയ രേഖ നൽകിയിട്ടുണ്ട്. അത് ഇറാനും പരിശോധിച്ചു വരികയാണ്. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച വിഷയത്തിൽ ഇറാനും അമേരിക്കയും ഒരുപക്ഷെ ധാരണയിലെത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് ഇന്നലെ പുറത്തുവിട്ടത്. 5 വർഷത്തേക്ക് തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ ശ്രമിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് കൊടുത്തിരുന്നു. എന്നാൽ 5 വർഷത്തേക്ക് പോരാ, 20 വർഷത്തേക്കെങ്കിലും ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം നൽകാനാവില്ലെന്നും ഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധങ്ങൾ പാടില്ലെന്നുമായിരുന്നു അമേരിക്ക നേരത്തെ നിലപാടെടുത്തിരുന്നത്. എന്നാൽ 20 വർഷത്തേക്കെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തിവെക്കണം എന്ന നിലപാടിലേക്ക് അവർ വന്നു. അതുകൊണ്ട് തന്നെ 5നും 20നും ഇടയിലുള്ള മറ്റൊരു സംഖ്യ നിശ്ചയിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കാനും ഈ വെടിനിർത്തൽ താൽക്കാലിക വിരാമത്തിലേക്ക് നീക്കാനുമൊക്കെ അണിയറയിൽ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാനും തുർക്കിയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ സമാധാന ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ തന്നെ അവസാനിക്കും എന്ന ഒരു രീതി, അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സൂചനകൾക്കിടയിലാണ് വീണ്ടും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനുമായി ഏറ്റുമുട്ടുന്നത്. ഇത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്നും ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പുറത്തേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് അമേരിക്കയോട് സൗദി അറേബ്യ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇവിടെ സംഘർഷം നടന്നത്. എന്തായാലും ഈ സംഘർഷം സമാധാന ശ്രമങ്ങളെ ബാധിക്കില്ല എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത് കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് തിരിച്ച് വെടിവെക്കേണ്ടി വന്നത്. കപ്പലുകൾ ഒരു ആയാസവും കൂടാതെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതായത് എത്രമാത്രം ഉപരോധം ഇറാൻ തീർത്താലും അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്ന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് അമേരിക്ക ചെയ്തത്. നേരത്തെ ഇന്ത്യയുടെ ഒരു എണ്ണ ടാങ്കറും ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ നാവികസേന ബ്രഹ്മോസ് അടക്കം ഈ ഹോർമൂസ് കടലിടുക്കിൽ വിന്യസിച്ചുകൊണ്ടാണ് ഇന്ത്യൻ കപ്പലുകൾ പുറത്തെത്തിച്ചത്. സമാനമായ രീതിയിലാണ് കപ്പലുകൾ പുറത്തെത്തിക്കാൻ അമേരിക്ക കഴിഞ്ഞ ദിവസം ശ്രമിച്ചതും വിജയിച്ചതും. മാത്രമല്ല, ആയിരക്കണക്കിന് കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമടക്കം
വലിയ രീതിയിലുള്ള എണ്ണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും സമാധാന ശ്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾ നടത്തുക എന്ന ഒരു നിലയിലേക്ക് ഇറാൻ വന്നിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. ഇറാന് ഇനി അധികം ഇതിൽ കൂടുതൽ ദിവസം ഈ ഉപരോധവും സംഘർഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സംഘർഷമാണ് എങ്കിൽ ഇനിയും യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് നിർത്തണം എന്നാണ് അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഉപരോധങ്ങൾ അല്ലെങ്കിൽ തുറമുഖങ്ങൾ ഉപരോധിക്കുക എന്നത് ഫലപ്രദമായ ഒരു മാർഗമായി അമേരിക്ക കണ്ടു. കാരണം ഇറാൻ്റെ ഈ വരവ് അല്ലെങ്കിൽ ഇറാൻ്റെ വരുമാനം അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ചർച്ചാമേശയ്ക്കരികിലേക്ക് ഇറാനെ എത്തിച്ചതും. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആശാവഹമായ പുരോഗതിയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളിൽ ഉണ്ടായത്. പക്ഷേ മറുഭാഗത്ത് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഹോർമൂസ് കടലിടുക്കിലെ ഇന്നലത്തെ സംഘർഷം. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ലെബനോണിൽ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുമോ എന്നറിയില്ല. എന്തായാലും സമാധാന ചർച്ചകളിൽ നേരിയ പ്രതീക്ഷയുണ്ടെന്നും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നു.